വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സുസ്മിതയാണ് കാണിക്കുന്നത്. സങ്കടപ്പെട്ട് വണ്ടി ഓടിക്കുകയാണ് സുസ്മിത. അന്നേരം സുസ്മിത അന്നൊരിക്കൽ സത്യഭാമയുടെ വീട്ടിൽ വെച്ച് വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ശാലിനി ആയിരിക്കുമെന്നും പിന്നീട് കല്യാണ മണ്ഡപത്തിലേക്ക് വിഷ്ണു ശാലിനിയുടെ കൈയും പിടിച്ചു വന്ന കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് സങ്കടപ്പെട്ട് വണ്ടി ഓടിച്ചു പോവുകയാണ്. അതേസമയം പുറകെ വരുന്ന സുസ്മിതയുടെ അച്ഛനും അമ്മയും ഫോൺ ചെയ്യുകയാണ് സുസ്മിതയെ. പക്ഷേ എത്ര വിളിച്ചിട്ടും സുസ്മിത ഫോൺ എടുക്കുന്നില്ല. സങ്കടപ്പെട്ട് സരള സുസ്മിതയുടെ അച്ഛനോട് പറയുകയാണ് ഇപ്പോഴും അവൾ ഫോൺ എടുക്കുന്നില്ല. എങ്ങോട്ടാണ് പോയതെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ് സുസ്മിതയുടെ അച്ഛൻ. എങ്ങോട്ട് പോയതാണെന്ന് അറിയില്ല എന്നും കൂട്ടുകാരികളോടൊന്നും ഒന്നും പറഞ്ഞിട്ടല്ല പോയതെന്നും മണ്ഡപത്തിൽ മുന്നിലിട്ടിരുന്ന കാർ എടുത്തുകൊണ്ട് ഒറ്റയ്ക്കാണ് പോയതെന്നും ഒക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ് സരള. അന്നേരം സുസ്മിതയുടെ അച്ഛൻ പറയുകയാണ് വീട്ടിലേക്ക് അവൾ ചെന്നിട്ടില്ല, നമ്മൾ സെർവൻറ്റിനെ വിളിച്ച് ചോദിച്ചതല്ലേ. എങ്ങോട്ടാണ് അവൾ പോയതെന്നറിയാതെ നമ്മൾ എത്ര നേരമാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സുസ്മിതയുടെ അച്ഛൻ പറയുകയാണ് നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. വീണ്ടും വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ട് സരള പറയുകയാണ് രാജേട്ട എനിക്ക് പേടിയാവുന്നു, മോൾ എന്തോ സാഹസം കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതേസമയം കാർ ഓടിച്ചു പോകുന്ന സുസ്മിത ജൈവ കീടനാശിനിയൊക്കെ വിൽക്കുന്ന കടയിൽ കയറി കീടനാശിനി വാങ്ങുകയാണ്. കീടനാശിനി വാങ്ങിയ ശേഷം കുറച്ചു ദൂരം വണ്ടി ഓടിച്ചു പോയി സുസ്മിത ഒരു സൈഡ് ഒതുക്കുകയാണ് വണ്ടി. അതിനുശേഷം വിഷം കയ്യിലെടുത്തിട്ട് സുസ്മിത പറയുകയാണ് സുസ്മിത തോറ്റു. ജീവിതത്തിൽ ആദ്യമായിട്ട് വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടിയ അന്ന് സുസ്മിത മരണപ്പെട്ടു കഴിഞ്ഞു. അവശേഷിക്കുന്നത് ഉടലിലെ ഈ ശ്വാസം മാത്രമാണ്. അതും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഷ്ണുവിനും ശാലിനിക്കുമുള്ള എൻ്റെ വിവാഹ സമ്മാനമാണ് എൻ്റെ ഈ മരണം എന്ന് പറഞ്ഞ് ആ വിഷം കഴിക്കുകയാണ് സുസ്മിത. വിഷം കഴിച്ച് അല്പസമയത്തിനകം വായിൽ നിന്ന് നുരയും പതയുമൊക്കെ വന്ന് അന്നേരം തന്നെ ബോധം കെട്ട് വീഴുകയാണ് സുസ്മിത. തുടർന്ന് അതുവഴി ബൈക്കിൽ വന്ന രണ്ടുപേർ നിർത്തിയിട്ടിരിക്കുന്ന കാറ് ശ്രദ്ധിക്കുകയാണ്. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി ഡ്രൈവർ സീറ്റിലേക്ക് നോക്കുമ്പോൾ ബോധം കെട്ട് കിടക്കുന്ന സുസ്മിതയാണ് കാണുന്നത്. മറ്റേ ആളെയും കൂടി വിളിച്ചു വരുത്തുകയാണ് വന്നയാൾ. അവിടെ ഒരു കുപ്പിയും കിടക്കുന്നല്ലോ എന്നും പറഞ്ഞ് ഡോറ് തുറന്ന് നോക്കുമ്പോൾ കീടനാശിനിയാണ്, ആത്മഹത്യാശ്രമമാണെന്ന് തോന്നുന്നു എന്നൊക്കെ രണ്ടുപേരും കൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് സുസ്മിതയുടെ ഫോൺ അടിക്കുകയാണ്. ഫോൺ വിളിച്ച സരള ചോദിക്കുകയാണ് ഹലോ നിങ്ങൾ ആരാണ്? ഇതെൻ്റെ മോൾ സുസ്മിതയുടെ ഫോണല്ലേ? സുസ്മിത എന്നാണോ കുട്ടിയുടെ പേരെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ് സരള. അന്നേരം നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് അയാൾ. എവിടെയാ സ്ഥലമൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് സരള. അന്നേരം രാജശേഖരൻ ചോദിക്കുകയാണ് എന്താ സരളയെന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സരള നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മുടെ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചു, വിഷം കഴിച്ച് കാറിൽ കിടക്കുകയാണെന്ന്. രാജശേഖരനും സരളയും എത്തുമ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. കാറിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടി വരുന്ന സരള സുസ്മിതയെ കണ്ട് എൻ്റെ മോളെ എന്ന് വിളിച്ച് കരഞ്ഞ് ഉറക്കെ നിലവിളിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണുവിൻ്റെ റൂമിൽ വിഷമിച്ചിരിക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് ഫോണുമായി എത്തുകയാണ് പ്രീതി. പ്രീതി പറയുകയാണ് ദാ ശാരദാമ്മയാണ്, ശാലിനി അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചു. കണ്ണീരൊക്കെ തുടച്ച് ഫോൺ വാങ്ങി പറയമ്മയെന്ന് ശാലിനി പറയുമ്പോൾ നിങ്ങൾ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. എത്തി അമ്മയെന്ന് പറയുമ്പോൾ വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ് സത്യഭാമ. അന്നേരം ശാലിനി പറയുന്നു കുഴപ്പമൊന്നും ഇല്ലമ്മേ. കുത്തുവാക്കുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, പക്ഷെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് അമ്മ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. പുതിയൊരു വീട്ടിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ അവശേഷിക്കുന്ന കാലം മുഴുവൻ നീ ചിലവഴിക്കേണ്ടത് അവിടെ ആയിരിക്കും. ഓരോ വിവാഹവും പെണ്ണിനെ സംബന്ധിച്ച് ഒരു പറിച്ചുനടിയിലാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ വേദനയും സങ്കടവും ഒക്കെ ഉണ്ടായെന്ന് വരും. ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമാകാനുള്ള കഷ്ടപ്പാട് വേറെയും. പക്ഷേ നമുക്ക് പിടിച്ചു നിന്നേ പറ്റൂ മോളെ, എങ്കിലേ മറ്റുള്ളവർക്ക് തണലാകാൻ നമുക്ക് കഴിയൂ. അന്നേരം ശാലിനി പറയുകയാണ് അമ്മ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയെ കണ്ടല്ലേ ഞാൻ വളർന്നത്. എന്നിട്ട് സങ്കടത്തോടെ ശാലിനി പറയുകയാണ് പക്ഷേ മറ്റൊരു ശാരദാമ്മയാകാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അമ്മയെങ്കിലും പേടിക്കണ്ട, ഇനി ഈ മണ്ണ് വിട്ട് എങ്ങോട്ടും വരില്ല ശാലിനി. അന്നേരം ശാരദാമ്മ പറയുകയാണ് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ളവളാണ് നീ എന്ന് എനിക്കറിയാം. പക്ഷെ നീ പഠിക്കാത്ത ചില പാഠങ്ങളുണ്ട് കുടുംബജീവിതത്തിൽ. ഒരു ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ ഏറ്റവും വലിയ ആയുധം കരുതലോ സ്നേഹമോ ഒന്നുമല്ല, അത് ക്ഷമയാണ്. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നേരെ നമുക്ക് നേരെ ആരോപണങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. സാഹചര്യം മോശമാണെങ്കിലും ഒരിക്കലും അതിനെതിരെ വാദിക്കാനോ തർക്കിക്കാനോ നീ നിൽക്കരുത്.
മറിച്ച് നീ ക്ഷമിക്കുകയാണെങ്കിൽ സത്യം എന്താണെന്ന് കാലം തെളിയിക്കും എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ഉപദേശിക്കുകയാണ് ശാരദാമ്മ. മനസ്സിലായമ്മേന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നിനക്കുള്ള ചെറിയൊരു പ്രശ്നം ദേഷ്യമാണ്, അത് നിയന്ത്രിക്കാൻ നീ ഒന്ന് ശ്രദ്ധിക്കണം. ചുറ്റുമുള്ളത് പുതിയ ആൾക്കാരാണെന്നുള്ള ബോധം നിനക്ക് വേണം. നിന്റെ സ്വഭാവ രീതികളുമായി പരിചയമില്ലാത്ത ആൾക്കാര്, അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നീ പെരുമാറരുത് എന്നർത്ഥം. ശാരികയുടെ വിവാഹം രാജീവ് സാറുമായി നടന്നു കാണാൻ വേണ്ടിയാണ് നീ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കല്യാണത്തോടുകൂടി നിന്റെ മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞുവെന്ന് നീ കരുതരുത്. ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മുന്നോട്ടുള്ള ചവിട്ടുപടിയാക്കാനും കഴിയണം. വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ്, നീ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ കല്യാണം കഴിഞ്ഞെന്ന് കരുതി കളക്ടർ ആവാനുള്ള ആഗ്രഹമൊന്നും കളയാനൊന്നും പറ്റില്ല എന്ന്. അതുകൊണ്ട് ആ വഴി ചിന്തിക്കാനും നീ മറക്കണ്ടെന്ന് പറയുകയാണ്. പക്ഷെ ഇതൊക്കെ കേട്ട് കണ്ണു നിറഞ്ഞ സങ്കടം വരികയാണ് ശാലിനിക്ക്. പക്ഷെ ശാലിനി പറയുകയാണ്, ഞാൻ പിന്നെ വിളിക്കാം അമ്മേ. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശാലിനി. ശാരദാമ്മ കരുതുകയാണ്, ഞാൻ അവളെ നന്നാക്കാൻ നോക്കിയതാണ്, ഇനി പറഞ്ഞ് വിഷമിപ്പിച്ചോ ആവോ. ശാലിനി പറയുന്നതൊക്കെ കേട്ട് പുറകിൽ തന്നെ നിൽക്കുകയായിരുന്നു പ്രീതി. ഫോൺ തിരികെ കൊടുക്കുമ്പോൾ പ്രീതി പോകാനൊരുങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, പ്രീതി ഒരു മിനിറ്റ്, പ്രീതിയോടൽപ്പം സംസാരിക്കാനുണ്ട് എനിക്ക്. എന്നിട്ട് പറയുകയാണ്, സംസാരമല്ല ചോദ്യമാണ്. ഇനിയും പ്രീതി എന്നോട് എന്തെങ്കിലും മറച്ചു വച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള മഹാരഹസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയണമെന്നില്ല. പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ഇരുന്ന് വീഴുന്നതും അത് പിടയുമ്പോഴുള്ള കാഴ്ചയുണ്ടല്ലോ, അത് കാണാൻ നിങ്ങൾക്കൊക്കെ ഒരു രസമാണല്ലോ. ശാലിനി ഞാൻ എന്നൊക്കെ പ്രീതി പറയാൻ തുടങ്ങുമ്പോഴും ശാലിനി പറയുകയാണ്, എനിക്ക് കൂടെ പിറക്കാതെ പോയ ഒരു സഹോദരനാണ് അർജുനേട്ടൻ. ആ അർജുനേട്ടന്റെ ഭാര്യ മാത്രമായിരുന്നില്ല പ്രീതി എനിക്ക്. എന്റെ ഏറ്റവും വലിയ ഒരു ഫ്രണ്ടായിട്ടാണ് പ്രീതിയെ ഞാൻ കരുതിയിരുന്നത്. കരഞ്ഞുകൊണ്ട് ശാലിനി വീണ്ടും ചോദിക്കുകയാണ്, ഫ്രണ്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പ്രീതിക്ക് അറിയാമോ? പ്രസവിച്ച് വളർത്തിയ അമ്മയോടോ അച്ഛനോടോ പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ ഒരു കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ പറയാൻ സാധിക്കും. അവർ നമ്മളെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കൂടെ കൈപിടിച്ച് നടത്തും. ഞാൻ അങ്ങനെ ഒരു സ്ഥാനത്താണ് പ്രീതിയെ കണ്ടിരുന്നത്. കാരണം പ്രീതിയുടെ ഏട്ടനെ പറ്റി നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. പലവട്ടം ഈ വീട്ടിൽ വച്ച് പോലും ഞാൻ അയാളെ കണ്ടിട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മണ്ടിയായി പോയി ഞാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഏട്ടനും അനിയത്തിയും കൂടി എന്നെ വെറും മണ്ടിയാക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് പ്രീതിയോട് ശാലിനി. ശേഷം ശാലിനി ചോദിക്കുകയാണ്, അർജുനേട്ടൻ ഒരിക്കൽ ഇവിടെ വന്ന് പ്രീതിയുടെ ബെഡ്റൂമിൽ കുടുങ്ങിപ്പോയത് ഓർമ്മയില്ലേ? അന്ന് പർദ്ദയിട്ട് പ്രീതിയെ ഞാൻ രക്ഷിച്ചെങ്കിൽ, പക്ഷെ ആ സൗഹൃദത്തിന് മുന്നിൽ പർദ്ദയിട്ട് പ്രീതി എന്നെ ശിക്ഷിക്കുകയായിരുന്നു. ശാലിനിയുടെ സങ്കടം പറച്ചിലൊക്കെ കേട്ട് നിന്ന് കരയുകയാണ് പ്രീതി. അന്ന് ബെഡ്റൂമിൽ നിന്ന് അർജുനേട്ടൻ പിടിയിലായിരുന്നെങ്കിൽ തകർന്നു പോകുമായിരുന്നു നിങ്ങളുടെ കുടുംബജീവിതം. പക്ഷെ അന്ന് ശാരികേച്ചിയുടെ വിവാഹം മുടങ്ങിയതിന് കാരണക്കാരൻ സ്വന്തം ഏട്ടനാണെന്ന് അറിഞ്ഞിട്ടും പ്രീതി അത് എന്നിൽ നിന്നും മറച്ചുവെച്ചു. അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് വിഷ്ണു. ഏതോ ഒരു എസ്റ്റേറ്റ് മാനേജരാണെന്നും നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാണെന്നും ഒക്കെ പറഞ്ഞിട്ടും അത് പ്രീതിയുടെ ഏട്ടനാണെന്ന് പ്രീതി അന്ന് എന്നോട് പറഞ്ഞില്ല. അന്നേരം അകത്തേക്ക് വന്ന വിഷ്ണു പ്രീതിയോട് പറയുകയാണ്, നീ നിന്റെ റൂമിലേക്ക് പൊയ്ക്കോ. അതേസമയം പ്രീതി അവിടെ നിന്നും പോകുന്നു. റൂമിലേക്ക് വന്ന വിഷ്ണു തിരിഞ്ഞു നിൽക്കുന്ന ശാലിനിയുടെ തോളിൽ ഒന്ന് പിടിക്കാൻ വന്നിട്ട് കൈ മാറ്റിയിട്ട് ശാലിനി എന്ന് വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, ഇനിയും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എൻ്റെ കണ്ണീർ കണ്ട് മതിയായില്ലേ? വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുകയാണ് ശാലിനി. എത്ര പേരുടെ നെഞ്ചിലേക്കാണ് നിങ്ങൾ ഒരേ സമയം കത്തികുത്തി ഇറക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ? ശാരദാമ്മയുടെയും മക്കളുടെയും നെഞ്ചിൽ, കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിന്റെയും അവരുടെ വീട്ടുകാരുടെയും നെഞ്ചിൽ, നിങ്ങളുടെ വീട്ടുകാരുടെ നെഞ്ചിൽ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുകയാണ് ശാലിനി. ശാലിനി ഞാനൊന്നും മനഃപൂർവ്വം എന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും ശാലിനി പറയുകയാണ്, മിണ്ടരുത് നിങ്ങൾ. എന്തെല്ലാം നുണകളാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ പറഞ്ഞുകൂട്ടിയത്. അമ്മയില്ല, ബന്ധുക്കളില്ല, അനാഥനാണ്, റബ്ബർ എസ്റ്റേറ്റ് മാനേജർ, വണ്ടിക്കച്ചവടം എന്നൊക്കെ എന്തൊക്കെ കഥകളാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല നിങ്ങൾ. നല്ല ഒന്നാം നമ്പർ കേടി മാത്രമായിരുന്നു നിങ്ങൾ. എന്നിട്ടും നിങ്ങൾക്ക് താലി കെട്ടാൻ ഞാൻ എൻ്റെ കഴുത്ത് നീട്ടി തന്നു, എൻ്റെ ശാരികേച്ചിയുടെ ജീവിതം ഓർത്തിട്ട്. എന്നിട്ട് നിങ്ങളുടെ അമ്മ പറഞ്ഞതെന്താ? ഞാനും എൻ്റെ അമ്മയും കൂടി നിങ്ങളെ വലവീശി പിടിച്ചതാണെന്ന്. മിണ്ടാതെ നിൽക്കുന്ന വിഷ്ണുവിനോട് വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നേ. ഞാനാണോ പ്രണയമാണെന്നും പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടന്നത്? എനിക്കൊരു ജീവിതം തരണമെന്നും താലി കെട്ടണമെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചോ? പ്രണയപൂർവ്വം ഞാൻ നിങ്ങളെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു നിമിഷം ശാലിനി വിഷ്ണു ഒന്ന് നോക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ശരി ശരി സമ്മതിക്കുന്നു. പക്ഷേ എന്നെ താലി കെട്ടാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട സാഹചര്യം എന്തായിരുന്നു?
മറ്റാരെക്കാളും നിങ്ങൾക്കത് മനസ്സിലാകും. ആ സമയത്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നു മണ്ഡപത്തിൽ ഒരു കുട്ടി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന്. എങ്കിൽ ആ നിമിഷം ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയേനെ ഞാൻ. പക്ഷേ ഒരുപാട് നുണകൾ കോർത്തു ചേർത്ത ഈ ചരടിലാണ് നിങ്ങളുടെ താലി കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് താലി പിടിച്ചു കാണിക്കുകയാണ് ശാലിനി. പക്ഷേ ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. പുറം ലോകത്തിന് മുന്നിൽ മാത്രമായിരിക്കും നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ഭാര്യയായി നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കരുത്. ഒരു ദാമ്പത്യബന്ധവും നമുക്കിടയിൽ ഉണ്ടാകില്ല ഒരിക്കലും. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.